Accounting for Partnership Basic Concepts. Calculation of Interest on Capital. Question number 46. NCERT. Illustration 4. Saloni and Srushti are partners in a firm. Their capital accounts as on 1st April 2005, 2 lakh, 3 lakh respectively. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ് സലോനി ആൻഡ് സൃഷ്ടി. ഇവരുടെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1st April 2005 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? 1st April തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് ഏതായിരിക്കും? 31st March 2006 ആയിരിക്കും. അതായത് 1st April 2005 തുടങ്ങി 31st March 2006 വരെയാണ് ഇവിടെ 1 year ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 1st April അവർ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 2 lakh, 3 lakh ആണ്. ഓൺ 1st July 2005 Saloni introduced additional capital 50,000 and Srushti rupees 60,000. 1st July ആയപ്പോൾ സലോനി അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, സൃഷ്ടിയും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ രണ്ടുപേരും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഡേറ്റിലാണ്. ഓൺ October 1st Saloni withdrew rupees 30,000 and on 1st January 2005 Srushti withdrew rupees 15,000 from their capitals. ഒക്ടോബർ ആയപ്പോൾ സലോനി വിഡ്രോ ചെയ്തു. 1st January ആയപ്പോൾ സൃഷ്ടിയും വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ട് പേരുടെയും അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഡേറ്റിലാണെങ്കിലും വിഡ്രോവൽ വന്നിരിക്കുന്നത് വേറെ വേറെ ഡേറ്റുകളിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ വർഷം 2 ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 പാർട്ടുകളായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഒന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽമേ ഏത് ഡേറ്റ് വരെ? ആദ്യം 1st Julyയിൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ അതായത് 1st April തൊട്ട് 1st July വരെ. അതിനുശേഷം എന്ത് ചെയ്യണം? 1st July തൊട്ട് എന്നാണ് വിഡ്രോ ചെയ്തത്. സലോനിനെ സംബന്ധിച്ച് ഒക്ടോബറിലാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സലോനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുക 1st July തൊട്ട് 1st October വരെ. അതിനുശേഷം സലോനി എവിടെ തൊട്ട് 1st October തൊട്ട് 31st December വരെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം സലോനിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സലോനിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചേഞ്ചുകൾ വന്നിരിക്കുന്നത്? 1st Julyയിൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, 1st October വിഡ്രോ ചെയ്തു. അപ്പോൾ ഈ 2 ഡേറ്റുകളും പരിഗണിച്ചതിന് ശേഷമായിരിക്കണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സലോനിയുടെ 1st April തൊട്ട് ഏത് ഡേറ്റ് വരെയാണ്? 1st Julyയിലാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30th June വരെ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര മാസമാണ്? 3 months ആണ്. അപ്പോൾ 22 lakh ഇൻറ്റു 8/100 ഇൻറ്റു 3/12 എത്ര മാസമാണ് വരുന്നത്? 3 months ആണ് വരുന്നത്. അതെങ്ങനെയാണ്? ഏപ്രിൽ, മെയ്, ജൂൺ. എത്ര കിട്ടി? 4,000 ആണ്. ഇനി 1st July ആയപ്പോൾ എന്ത് സംഭവിച്ചു? 50,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ സലോനിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റലായ 2 lakh എത്രയായിട്ട് മാറി? 2,50,000 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് എമൗണ്ട് നമ്മളായിരിക്കണം? 2,50,000 നമ്മളായിരിക്കണം. ഏത് ഡേറ്റ് വരെ? നമുക്കറിയാം 1st October ആയപ്പോൾ സലോനി വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് ഈ 2,50,000 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1st July തൊട്ട് 30th September വരെ. എന്തുകൊണ്ടാണ് 1st July എടുത്തിരിക്കുന്നത്? ഇവിടെ ജൂൺ കഴിയുന്നത് വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജൂലൈ തുടങ്ങിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ജൂലൈ തൊട്ട് 30th September വരെ എത്ര മാസമാണ്? 3 months ആണ് വരുന്നത്. അപ്പോൾ 2,50,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/12 5,000. ഇനി 1st October എന്താ ചെയ്തത്? 30,000 വിഡ്രോ ചെയ്തു. അപ്പോൾ സലോനിയുടെ ക്യാപിറ്റലായ 2,50,000 എത്രയായിട്ട് മാറി? 2,20,000 ആയിട്ട് മാറി. എങ്ങനെ കിട്ടിയത്? 2,50,000 മൈനസ് 30,000. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് എമൗണ്ട് നമ്മളായിരിക്കണം? 2,20,000 വരെ ആയിരിക്കണം. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? 30th September വരെ കഴിഞ്ഞു. ഇനി 1st October തൊട്ട് 31st March വരെ. അതിൻ്റെ ഇടയിൽ ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എത്ര മാസമാണ് വരുന്നത്? 6 months ആണ് വരുന്നത്. അപ്പോൾ 6 monthsലേക്ക് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2,20,000 ഇൻറ്റു 8/100 ഇൻറ്റു 8/12 8,800. ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലായ 2 lakh കാൽക്കുലേറ്റ് ചെയ്തു 3 മാസത്തേക്ക്. അതിനുശേഷം അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ക്യാപിറ്റൽ 2,50,000 ആയി. അവിടെ 3 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം 30,000 വിഡ്രോ ചെയ്തു. അപ്പോൾ 2,50,000 എന്നുള്ളത് 2,20,000 ആയിട്ട് മാറി. അവിടെ 6 monthsലേക്ക് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ സലോനിയുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 4,000 പ്ലസ്
5,000 പ്ലസ് 8,800 17,800. ഇനി നമുക്ക് സൃഷ്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. സൃഷ്ടിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിമേ ആദ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ സൃഷ്ടി ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്? 1 ജൂലൈയിലാണല്ലോ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 ഏപ്രിൽ തൊട്ട് 30th ജൂൺ വരെ 3 months. അപ്പോൾ 3 lakh ഇൻറ്റു 8/100 ഇൻറ്റു 3/12 എത്രയാണ് വരുന്നത്? 6,000 ആണ്. ഇനി നമുക്കറിയാം 1 ജൂലൈയിൽ എന്താ സംഭവിച്ചത്? 60,000 കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 3 lakh എന്നുള്ളത് എത്രയായിട്ട് മാറി? 3,60,000 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് നമ്മളായിരിക്കണം? 3,60,000 നമ്മളായിരിക്കണം. ഇനി ഏത് ഡേറ്റ് വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം 1 ജാനുവരി 2006 ഇവിടെ ഞാൻ ഇയർ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 2003 എന്നുള്ളത് നമ്മൾ 2005 ആയിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ 1 ജൂലൈ 2005 to 31 ഡിസംബർ 2005 എന്ന് വായിക്കണം. അതായത് 1 ജാനുവരി 2006 അഡീഷണൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തത്. അപ്പോൾ ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1 ജൂലൈ 2003 to 31 ഡിസംബർ 2005 എത്ര മാസമാണ് വരുന്നത്? 6 months ആണ് വരുന്നത്. അപ്പോൾ 6 monthsലേക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3,60,000 ഇൻറ്റു 8/100 ഇൻറ്റു 6/12 14,400. ഇനി നമുക്ക് അടുത്തത് മൂന്നാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഡേറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഓൺ 1 ജാനുവരി 2005 സൃഷ്ടി വിഡ്രോ 15,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2005 അല്ല, 2006 ആണ്. അപ്പോൾ ഇവിടെ 1 ജാനുവരി 2006 എന്താ സംഭവിച്ചത്? 15,000 വിഡ്രോ ചെയ്തു. അപ്പോൾ സൃഷ്ടിയുടെ ക്യാപിറ്റൽ എത്രയായിട്ട് മാറി? 3,45,000 ആയിട്ട് മാറി. എങ്ങനെ കിട്ടിയത്? 31 ഡിസംബറിൽ എത്രയായിരുന്നു ക്യാപിറ്റൽ? 3,60,000 ആയിരുന്നു. അതിൽ നിന്ന് 15,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ 3,45,000 ആയിട്ട് മാറി. ഇനി 3,45,000 ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര മാസത്തേക്കാണ്? 1 ജാനുവരി 2005 തൊട്ട് 31 മാർച്ച് 2006 വരെ. 1 ജാനുവരി 2006 to 31 മാർച്ച് 2006 വരെ 3 months ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3,45,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/12 6,900. അപ്പോൾ നമുക്കിവിടെ 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 3 പ്രാവശ്യം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 6,000 പ്ലസ് 14,400 പ്ലസ് 6,900 എത്രയായിട്ട് മാറി? ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 27,300. അപ്പോൾ ഇവിടെ ചെയ്തതിൽ ഡേറ്റ് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതുമെന്ന് പ്രതീക്ഷിക്കണം.